ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി ഭരണ തുടർച്ച നേടിയിരിക്കുകയാണ് ഹേമന്ത് സോറനും ജെഎംഎമ്മും. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ജാർഖണ്ഡിലേത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിടത്തു നിന്ന് ബിജെപി സംസ്ഥാനത്ത് കരുനീക്കം ആരംഭിച്ചിരുന്നു. എന്നാൽ അവിടെ തൊട്ട് ബിജെപിക്ക് കാര്യങ്ങൾ കൈവിട്ടു. കള്ളപ്പണക്കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഹേമന്ത് സോറൻ പൂർവാധികം ശക്തിയോടെയാണ് പിന്നീടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയത്. അതിനിടെ ഹേമന്ത് സോറൻ ജയിലിലായപ്പോൾ മുഖ്യമന്ത്രി പദവി വഹിച്ച ചെമ്പായി സോറനെ ബിജെപി തങ്ങൾക്കൊപ്പം എത്തിച്ചു. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബംഗ്ലാദേശി കുടിയേറ്റത്തെക്കുറിച്ച് സംസ്ഥാനത്ത് ഭീതി വിതച്ചു. അതേസമയം ഇതിനെയെല്ലാം സമർത്ഥമായി നേരിടാൻ ഹേമന്ത് സോറന് സാധിച്ചു. ഭാര്യ കൽപ്പന സോറനും ഹേമന്തിനൊപ്പം ജാർഖണ്ഡിന്റെ മുക്കിലും മൂലയിലും എത്തി. 200-ലധികം റാലികളോടെ ഹേമന്തും കൽപ്പനയും അവരുടെ ക്ഷേമ പദ്ധതികൾക്ക് അനുകൂലമായി വോട്ടു തേടി. ഹേമന്തിന്റെ അറസ്റ്റിനെ തുടർന്ന് വോട്ടർമാർ വലിയ തോതിൽ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നതോടെ കാര്യമായ ഗോത്രവർഗ പിന്തുണ സമാഹരിക്കാൻ അദ്ദേഹത്തിനായി. മയ്യ സമ്മാൻ യോജന 18 മുതൽ 50 വയസ്സിനിടയിലുള്ള എല്ലാ അധസ്ഥിതരായ സ്ത്രീകൾക്കും 1000 രൂപയുടെ നേരിട്ടുള്ള ആനുകൂല്യം കൈമാറ്റം, 40 ലക്ഷം കുടുംബങ്ങളുടെ 3500 കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക എഴുതിത്തള്ളൽ, 1000 മുതൽ 40 ലക്ഷം വരെ പെൻഷൻ സാർവത്രികമാക്കൽ എന്നിവയ്ക്ക് വലിയ പിന്തുണ തന്നെ ലഭിച്ചു. ആദിവാസി മേഖലകളിൽ ബിജെപിക്ക് കാര്യമായ സ്വാധീനമുണ്ടാക്കാനായില്ല. ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റം ബിജെപി വലിയ രീതിയിൽ പ്രചരിപ്പിച്ച 18 സീറ്റുകളുള്ള സന്താൽ പർഗാന ഡിവിഷനിൽ എൻഡിഎക്ക് 1 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. 9 സീറ്റുകളുള്ള പലാമു ഡിവിഷനിൽ ബിജെപി 4 എണ്ണം നേടി. 25 സീറ്റുകളുള്ള നോർത്ത് ഛോട്ടാ നാഗ്പൂരിൽ ബിജെപിയും സഖ്യകക്ഷികളും 14 സീറ്റുകൾ നേടി. 15 സീറ്റുകളുള്ള സൗത്ത് ഛോട്ടാ നാഗ്പൂർ ഏരിയയിൽ ബിജെപി 2 എണ്ണം നേടി. 14 സീറ്റുകളുള്ള കോൽഹാൻ ഏരിയയിൽ ബിജെപിയും സഖ്യകക്ഷികളും 3 സീറ്റുകളാണ് നേടിയത്. സംസ്ഥാനത്ത് ബിജെപി 21 സീറ്റുകളാണ് നേടിയത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ 4 സീറ്റുകൾ കുറവാണിത്. മത്സരിച്ച 68 സീറ്റുകളിൽ 33.18% വോട്ട് വിഹിതം നേടിയ അവർക്ക് ഒരു ആദിവാസി സംവരണ സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. സഖ്യകക്ഷികളായ AJSU മത്സരിച്ച 10 സീറ്റിൽ 1 സീറ്റും LJP മത്സരിച്ച 1 സീറ്റിലും ജയിച്ചു. JDU മത്സരിച്ച 2 ഇടത്ത് 1-ൽ ജയിച്ചതോടെ എൻഡിഎയുടെ ആകെ അംഗസംഖ്യ 24ആയി. മറുവശത്ത് JMM 34 സീറ്റുകൾ നേടി. 2019-ലെ സീറ്റിനേക്കാൾ 4 എണ്ണം കൂടുതലാണിത്. കോൺഗ്രസ് 16 സീറ്റ് നിലനിർത്തി. മറ്റ് ഇന്ത്യൻ ബ്ലോക്ക് സഖ്യകക്ഷികളിൽ RJD 4-ഉം CPI 2-ഉം സീറ്റ് നേടി. അതേസമയം JMM നേതാവ് ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി നവംബർ 26-ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. 4ാം തവണയാണ് ഹേമന്ത് സോറൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. പ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാക്കളെ ഭാഗമാക്കാനാണ് സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ, RJD നേതാവ് തേജസ്വി യാദവ് എന്നിവരുൾപ്പെടെ പ്രതിപക്ഷ ഇന്ത്യൻ ബ്ലോക്കിലെ പ്രധാന നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയേക്കും.